ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സമയത്തിന് എന്ത് വിലയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ സമയത്തിന് എന്ത് വിലയുണ്ട്? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച്, അവന് സമയത്തിന് വിലയില്ല. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട്, എൻ്റെ സമയത്തിന് എനിക്ക് വിലയുണ്ട്. അപ്പോൾ എത്രയാണ് സമയത്തിൻ്റെ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റു ചില കാര്യങ്ങൾ ബിസിനസ്സുകാരൻ്റെ സമയത്തിൻ്റെ വിലയിലേക്ക് പോകുന്നതിന് മുമ്പ് ജനറലായിട്ട് ഒരു കാര്യം പറയട്ടെ. അതായത് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, അതായത് ശരാശരി ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് 74-75 വർഷങ്ങളാണ്. അതായത് ഇന്ത്യയിലെ ഒരു ശരാശരി പൗരൻ ജീവിച്ചിരിക്കുന്നത് ഏതാണ്ട് 75 വർഷങ്ങളോളമാണ്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 വർഷം നമ്മൾ കുട്ടിയാണ്, നമ്മൾ വി ആർ നോട്ട് വെരി ആക്റ്റീവ്. അതുപോലെ അവസാന 10 വർഷങ്ങളിൽ നമ്മൾ മേ നോട്ട് ബി വെരി ആക്റ്റീവ്, അങ്ങനെയാണ്. അപ്പം ഈ ഒരു 10-20 വർഷങ്ങൾ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് 54-55 വർഷങ്ങളാണ്. ഈ 55 വർഷങ്ങളെ നമ്മൾ ദിവസങ്ങളാക്കി കൺവേർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 20,000-ഓളം ദിവസങ്ങൾ എന്ന് വരും. അപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് 20,000-ഓളം ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രാത്രിയും പകലുമുണ്ട്. അപ്പോൾ രാത്രിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 20,000 പകലുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോ പകലുകളും എത്രത്തോളം വിലയുള്ളതാണ് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇനിയും ഒരു ബിസിനസ്സുകാരൻ്റെ സമയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സുകാരൻ്റെ സമയത്തിന് എത്ര വിലയുണ്ട് എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു വർഷത്തെ നിങ്ങളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 കോടി രൂപയാണെങ്കിൽ 365 ദിവസത്തേക്കുള്ള 10 കോടി രൂപയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ബിസിനസ്സിലേക്ക്. പക്ഷേ ഈ 365 ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഉണ്ട്, അതുതന്നെ ഏതാണ്ട് 100ഓളം ദിവസങ്ങൾ. അതോടൊപ്പം നമുക്ക് പലവിധമായ ഫെസ്റ്റിവൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അതായത് 365 നിന്ന് 100 മാറി 265, ഒരു 15 ദിവസങ്ങളൂടെ മറ്റു ഹോളിഡേയ്സ് പോലെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 250 ദിവസങ്ങളാണ്. ഈ 250 ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏതാണ്ട് 10 മണിക്കൂറാണ്. പലരും 14 മണിക്കൂർ 12 മണിക്കൂർ വർക്ക് ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും, അല്ലെങ്കിൽ ചിലർ 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 മണിക്കൂറാണ് നമുക്കൊരു ദിവസം പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 250 × 10 എന്ന് പറയുമ്പോൾ 2500 മണിക്കൂറുകൾ. അപ്പോൾ നമ്മളുടെ ഒരു വർഷത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. ആ 10 കോടി രൂപ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് 2500 മണിക്കൂറുകളാണുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 40,000 എന്ന് വരും. അപ്പോൾ ഒരു മണിക്കൂറിന് നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ നിങ്ങളുടെ വില എന്ന് പറയുന്നത് 40,000 രൂപയാണ്. നിങ്ങളുടെ ടാർഗറ്റ് 10 കോടി രൂപയാണെങ്കിൽ. മറിച്ച് നിങ്ങളുടെ ടാർഗറ്റ് 1 കോടി രൂപയാണെങ്കിൽ ഈ 40,000 എന്നുള്ളത് 4,000 രൂപയായിട്ട് മാറും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഓരോ ബിസിനസ്സുകാരനും 1 മണിക്കൂർ ആവശ്യമില്ലാത്ത രീതിയിൽ സ്പെൻഡ് ചെയ്താൽ, ഇല്ല ആവശ്യത്തോടെ തന്നെ സ്പെൻഡ് ചെയ്താലും, എങ്ങനെയായാലും ആ 1 മണിക്കൂറിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് ഒരു വ്യക്തമായ ധാരണ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം ബിസിനസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും. അതോടൊപ്പം ആരുമായിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമ്മളൊക്കെ ഓരോ പകലുകളും തള്ളി നീക്കുമ്പോൾ ജീവിതത്തിലെ ആ 20,000 പകലുകളിൽ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ സമയത്തിൻ്റെ വില വളരെ കൃത്യതയോടെ മനസ്സിലാക്കുവാനായിട്ട് തന്നെ സാധിക്കും. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.